അയ്യോ ഇന്നടിച്ച് കൊല്ലടേ ഇന്നടിച്ച് കൊല്ലടേ അയ്യോ ആട്ടാരും ഓടിയേനും കൊല്ലടേ ഇന്ന് മുടി പോവില്ലേ മുടി പോവല് ഇന്ന് എന്റെ മുടി ഓടി അധികം ചിരിക്കാൻ അപ്പൊ മുട്ടയോ എന്താ പറഞ്ഞിട്ടാ ചിരിക്കണേ മുടി പോവും മുടിയില്ല ഇന്ന് മുടി മുട്ടയാവും അതോടുകൂടി തീരുമാനവും അങ്ങനെ ഇത് മുടി പൊട്ടയുള്ള ഇന്റെ മുടി പിടിച്ചു വലിക്കുന്നുണ്ട് മുടി പൊട്ടടിക്കല്ലേ കറിയോ മുട്ടടിക്കുമ്പോ കറിയോ മുടി മുട്ടടിക്കുന്ന എന്താന്നറിയോ എന്താ ഇങ്ങനെ ഈ സാധനം എടുക്കും എടുത്തിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് അല്ലോ ഇങ്ങനെയാണ് മുട്ടടിക്കുക അറിയോ അതാ ഇങ്ങനെ എടുക്കുക അതൊക്കെ ഇതിങ്ങനെ എടുക്കും മറ്റേ സാധനല്ല വരണ്ടുന്ന സാധനല്ല അല്ലെ അത് കാണിച്ചു കൊടുത്താണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത് ഞാൻ അത് കാണിച്ചു കൊടുത്തില്ല ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ നൈസായിട്ട് കാണിച്ചു കൊടുത്തത് കുഞ്ഞോ നീ മുടി മുട്ട ഫുള്ളടിക്കണ്ടേ ഇങ്ങോട്ട് നോക്കൂ മുട്ട പിന്നെ മുട്ട അടിക്കണ്ടേ പറ്റില്ല ഫോട്ടോ കാണിച്ചു ആണോ ഫോട്ടോ അത് സൂം ചെയ്ത് കാണിച്ചു ഫോട്ടോ സൂം വലുതാക്കൂ സൂം ചെയ്യൂ ഫോട്ടോ ആ സൂം ചെയ്തു അമ്പടെ കള്ളത്തി ഇനി സൂം ഔട്ട് ചെയ്യൂ ഇനി സൂം ഔട്ട് ചെയ്യൂ അമ്പടെ കള്ളത്തി ഒക്കെ പഠിച്ചല്ലേ ഇതാ അമാൻ്റെ ആണ് കേട്ടോ ദിസ് ഈസ് അമാൻഡ അല്ലേ ഇതാ അമാൻ്റെ അല്ലേ ഇതെങ്ങനെ ഇങ്ങനെ വലുതാക്കുക അങ്ങനെ അങ്ങനെ വലുതാക്കുക ഇനി ചെറുതാക്കൂ അമ്പടെ ചെറുതാക്കി വലുതാവട്ടെ അമാൻ്റെക്ക് ഒരു കൊടുക്കൂ അമാൻ്റെക്ക് മൂടത് മതി ബാ മതി നീ മുടി പോവും ഈ മുടിയില്ലേ ഈ മുടി ഇത് പോവും കേട്ടോ അത് പോവും അതിലുണ്ട് ഇനി ഉണ്ടാവില്ല ഇനി പോവും നീ ഫോട്ടോയിൽ മാത്രമേ ഉണ്ടാവൂ ഓക്കെ ഈ ഫോട്ടോയിൽ മാത്രമേ ഉണ്ടാവൂ വെട്ടി കഴിഞ്ഞിട്ട് ഫോട്ടോ എടുത്ത് മുടി കാണുമ്പോഴാണ് രസം സ്നേഹം വെട്ടിക്കൊണ്ടിരിക്കുക വെട്ടില്ല പഠിച്ചിറക്കുക ലേശം പറ്റും മൊത്തത്തില് കാരണം ഷേവ് ചെയ്യുമ്പോൾ നീറിൽ വരും ഇതെന്താ ഇങ്ങനെ തൊട്ടോക്കൂ മുടിയെടുത്ത കുഞ്ഞുണ്ട് മുടിയോടെ താഴെയായിട്ട് ചുണ്ടിലുണ്ട് ഇന്റെ നോട്ടടിക്കുന്നു എന്റെ ആലേക്ക് നോക്കണ്ട ഞാൻ എന്റെ ആലേക്ക് നോക്കുന്നു എന്റെ ആലേക്ക് നോക്കണ്ട അതൊക്കെ ഇതാരാ ഇവിടെ നോക്കിയൊക്കെ ഫോണില് ആള് നോക്കിക്കോട്ടോ നോക്കി പറയുന്നുണ്ട് ഇങ്ങോട്ട് ബാക്കിയാ ഇതാരാന്ന് പറയോ ഇതാരാ അമ്മാനൊക്കെ എന്താ പോയ മുടി പോയോ ചെറിയൊരു മുറിയായി മുടി പോയല്ലേ ഓ മുടി പോയി ജൂനിയർ മാൻഡ്രിക്ക് പോലെ കറക്റ്റ് ജൂനിയർ മാൻഡ്രിക്ക് അല്ലേ ഹായ് മാൻഡ്രിക്ക് ഹായ് ജൂനിയർ മാൻഡ്രിക്ക് ഇതൊക്കെ എന്താ സാധനങ്ങൾ ഇതൊക്കെ പുതിയ ഐറ്റംസുകളാണ് ഹലോ ഈ ചിരിയുടെ ഇങ്ങനെ 2 കാണിച്ചിരിക്കും ഇങ്ങനെ ഇരിക്കും അങ്ങനെ ഇരിക്കും ബാഗിക്ക് കൂട്ടോ ബാഗിക്ക് പോയേ മുട്ട പോട്ടെ വണ്ടി പോട്ടെ ഓട് കണ്ണാടി പോട്ടെ നോക്ക് ഓ കണ്ണാടിക്ക് എവിടെ കറക്റ്റ് അറിയട്ടോ ഇതാരാ അതാരാ കണ്ണാടിയിൽ ആരെയാ കാണണേ ആരത് കുളിക്കണം കുളിച്ചിട്ട് പോവാ ഇല്ലെങ്കിൽ എന്താ അറിയോ കുളിച്ചിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ
ആകെ കുളിച്ചിട്ട് പോവാം. ഉറക്കം വരും, മുടി പോയോണ്ട്. എവിടെ എന്താ പറ്റിയേ? സ്നേഹ ട്രാപ്ഡ്. മൂത്രയിച്ചോ പണി കൊടുത്തല്ലേ? അപ്പൊ കുഞ്ഞിനോട് മൂത്രിക്കാൻ പോകുമ്പോ എന്താ പറയണെന്ന് പറഞ്ഞത്? എങ്ങനെ പറയണെന്ന് പറഞ്ഞു? എന്താ പറയാ, അങ്ങനെ കാണിക്കണം പറഞ്ഞോ? അങ്ങനെ കാണിക്കാന്ന് പറഞ്ഞു. അതെ, ഇനിയിപ്പോ മൂത്രം ഒഴിക്കാൻ വേണ്ടി മുട്ടി നിൽക്കുമ്പോ കുട്ടിപ്പത് കാണിക്കാൻ നിക്കല്ലേ? ഇനി ഇങ്ങനെ കാണിക്കും, ഇവിടെ ഇനി ഒഴിക്കും, ഉറപ്പല്ലേ? ഒഴിക്കും, ഇനി മൂത്രം ഒഴിക്കും. മാറ്റിത്തരാം. കൊണ്ടുപോകും. ഊരല്ല, അത് കൊണ്ടുപോകും. കുട്ടി സ്നേഹ ചാർക്കോൾ മാസ്ക് കുട്ടീനെ പേടിപ്പിക്കാൻ നിൽക്കണം. എവിടെ നിറണം? എന്തിനാ കണ്ണാടി നിന്ന്? എനിക്ക് കാണാതെ അറിയില്ല. കാണാതെ അറിയണം. ഇതവിടെ കാണാൻ വേണ്ടിട്ട് കണ്ടോ ഒരാള് നിക്കണില്ലേ? കാണണ്ടേ? ചാർക്കോൾ മാസ്ക് എടുത്ത് കാണണ്ടേ? എന്റെ കണ്ടോ? കാണണ്ടേ? വേണം പറയൂ. ആ വേണം. സാധനം ചാർക്കോൾ മാസ്ക് വെറും 50 രൂപ മാത്രം. ഈ അതിന്റെ പ്രൊമോഷൻ പരസ്യം കൊടുക്കാതെ സാധനം ഇട്. അനക്കത് പൊട്ടിക്കാൻ പോലും എനിക്ക് പറ്റണില്ല, അറിയണില്ല. ഒന്ന് തുറക്കോ അവിടെ താ, ഞാൻ മുറിച്ചരാ. കടിച്ചു മുറിക്ക് സ്നേഹേ. ചാർക്കോൾ മാസ്ക് പൊളിക്കാനാണല്ലോ ഈ 1 മണിക്കൂർ എടുക്കുന്നത്. അത് ഈ കുട്ടീൻ്റെ കൊടുത്തു നോക്കി, ഒറ്റടിക്ക് പൊളിച്ചു തരും. എടുക്ക്. കണ്ണാടി പോയിട്ട് തരാം. എന്തിനാ? എനിക്ക് കണ്ണാടി നോക്കിട്ട് കറക്റ്റ് വരില്ലേ? ഓ, എന്നാ പോയി നോക്കണോ? എന്നാ വാ, കമോൺ. ഒന്ന് പോയി നോക്കി വരും ചാർക്കോൾ മാസ്ക്. പോയി നോക്കി വരും. പോട്ടെ. മിക്കവാറും ചാർക്കോൾ മാസ്ക് ഇട്ട സ്നേഹന്റെ മുഖം കാണുമ്പോൾ കുട്ടി പേടിക്കും. നോർമലി കണ്ടാലേ കുട്ടി പേടിക്കലുണ്ട്. ഇതും കൂടി ആകുമ്പോൾ നല്ലോണം പിടിച്ചോളൂ. മാറ്റുമ്പോ നോക്കാം. പേടിച്ചോ? ആന്റിനെ കണ്ട് പേടിച്ചോ? അയ്യോ, ആന്റി അല്ലേ ഇത്? ആരാ? പ്രേതാണോ? അയ്യോ, ആന്റിനെ കണ്ട് പേടിച്ചു വന്ന് ആന്റിനെ വിളിച്ചോണ്ട് വന്ന് അങ്ങോട്ട്. ആന്റിനെ അങ്ങോട്ട് വിളിക്കൂ. ഞാണ്ടാ പേടിച്ചോ? അയ്യോ, ഞാൻ പറഞ്ഞപ്പോ അങ്ങനുണ്ട്. കുട്ടി സേന കണ്ട് പേടിച്ചില്ലേ? ആന്റിന്റെ മുഖത്ത് എന്താ ആന്റിന്റെ മുഖത്ത്? അയ്യോ, അതെന്താ? അതാരാ? ഒന്നും ചെയ്യില്ല കുഞ്ഞോ, ഒന്നും തൊടില്ല. നോട്ടെ, കുട്ടീനെ പേടിപ്പിക്കാൻ നീച്ച് പോ സ്നേഹ എവിടുന്ന്. അല്ലെങ്കിൽ എന്നെ നേരിട്ട് കണ്ടാൽ തന്നെ പേടിക്കും. ഞാൻ അതിന്റെ ഇടയിലാണ് കുട്ടീനെ പേടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. കുട്ടീനെ പേടിപ്പിക്കാത്ത പോ, അടിയിട്ട് കണക്ക്. ആരുടെ കുട്ടീനെ പേടിക്കുന്നത്? ബാ, ഇടിച്ചോടിക്കാം. ബാ, കമാൺ, നമുക്ക് അടിച്ചോടിക്കാം. അറിയിപ്പോ ഓടുന്നവരോ കുട്ടികളെ പേടിപ്പിക്കാനായിട്ട് ഇതൊന്നും അവസ്ഥ ആലോചിച്ച് നോക്കുന്ന. ഇങ്ങനെ കണ്ടാൽ തന്നെ പേടിയാവില്ലേ? എങ്ങനെ പേടിക്കായിരിക്കും കുട്ടികളെ? കുട്ടികളെ കളിക്കാം. നമുക്ക് പോവാൻ പറട്ടോ. പോയിട്ടോ. ആരാ? ഞാൻ എന്നും പേടിക്കാറുണ്ട് സ്നേഹനെ കണ്ടിട്ട്. സ്നേഹ ബ്ലോഗറോട് ഇരുന്ന് ബ്ലോഗ് എടുക്കാണ് ചാർക്കോൾ മാസ്ക് ഇട്ടേനെ. അല്ല, സ്നേഹി എന്തിനും ചാർക്കോൾ മാസ്ക് ഇട്ടിരിക്കുന്നത്? ഈ നേരത്തെ വെളുക്കാൻ വേണ്ടിട്ടെന്നാണ് ഈ പറഞ്ഞത്. കുട്ടിക്ക് ഇതാണ്, കുട്ടികൾക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കുന്നത്. എന്ത് തുടങ്ങി ശരിയല്ലേ? കുട്ടി വളർന്നു വരുമ്പോ തന്നെ പറഞ്ഞു കൊടുക്കുന്ന എന്താ പറയുക, ഇത് വെക്കുന്നത് വെളുക്കാൻ വേണ്ടിയിട്ടാണ്. അബദ്ധമല്ല, അത് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അപ്പോൾ ആദ്യം പറയുന്നത് വെളുക്കാൻ വേണ്ടിയിട്ടാണ്. കുട്ടിക്ക് മനസ്സിലാക്കാനാണ് ഈ വെളുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടി വളരുമ്പോൾ എന്താ മനസ്സിലാക്കുക? വെളുപ്പാണ് നല്ലത്, കറുപ്പ് വേണ്ട. തുടങ്ങിയല്ല, തെറ്റ് കണ്ടാ പിന്നെ പറയണ്ടേ. സംഗതി എന്തിനാണ് അതൊക്കെ ഇടുന്നത് എനിക്ക് അറിയില്ല. അത് വേറെ എക്സസ് ഓയിൽ കളയാനും ഡീടോക്സിഫൈ ചെയ്യാനും. അത് എന്തിനാന്ന് എനിക്കറിയില്ല. ഞാൻ സ്റ്റുഡിയോയിൽ കണ്ടപ്പോൾ 50 റുപ്യ കണ്ടപ്പോൾ വാങ്ങിയതാണ്, അത്രേ ഉള്ളൂ.
അപ്പൊ 50 രൂപേന് എന്ത് സാധനം കണ്ടാലും വാങ്ങി പരീക്ഷിക്കുന്നതാണ് അതിനർത്ഥം. ആണോ? നീ ഇത് എടുത്തു കഴിയുമ്പോ എവിടേക്ക് കുരു എല്ലാം പറ്റുള്ള സ്കിന്നിന്. അങ്ങനെയാണ്. പക്ഷെ ചാണകം വാങ്ങിത്തേക്കും. അല്ല ഈ ചാണകമാണല്ലോ, നമുക്ക് ചാണകം പറ്റുമെന്നല്ല. അപ്പോൾ ഓക്കെ ഗൈസ്, മൊട്ടടി പരിപാടികൾ കഴിഞ്ഞു. കുട്ടി കുളിച്ച് വന്ന് ഇനിയിപ്പോൾ ഫുഡൊക്കെ അടിച്ച് വേറെ പരിപാടിയൊന്നും ഒന്നുമില്ല അല്ലേ? വേറെ പരിപാടിയൊന്നും ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എക്സ്ട്രാ ഇടുക, അല്ലാന്നുണ്ടെങ്കിൽ ഈ വ്ളോഗ് ഇതോടുകൂടി നിർത്തും. അറിഞ്ഞേ എന്താ വീട്ടിൽ പോവാത്തെ? എന്താ വീട്ടിൽ പോവാത്തെ? വീട്ടിൽ പോണില്ല? എങ്ങോട്ടാ പോണ്ടേ? മീമി വാങ്ങാൻ പോണോ? മീമി വാങ്ങാൻ പോണോ? ഒരു രക്ഷയില്ല, വണ്ടിയിൽ നിന്ന് ഇറങ്ങും തോന്നുന്നില്ല. മീമി വാങ്ങാൻ പോണെന്ന് പറഞ്ഞ വണ്ടി കയറിയിരിക്കുന്നുണ്ട്. ഇതായിരിക്കണോ ആന്റെ കൊണ്ടുവന്ന് വരില്ല. മാമ മീമി വാങ്ങാനല്ല പോണ്, മാമ പാല് മേടിക്കാൻ പോവാട്ടോ. പ്ലീസ് മൊബൈൽ കൊടുക്ക. മൊബൈൽ ഇട്ട് ചാറ്റ. മൊബൈൽ ഇട്ടേ പോവോ? മൊബൈൽ ഇട്ടേ പോവോ അല്ലേ? ഓക്കെ. അപ്പൊ മീമി വേണ്ടല്ലോ? വേണ്ട. എന്നാ പോയി മൊബൈലിൽ കളിക്കോ? പോട്ടെ പോട്ടെ, വണ്ടി പോട്ടെ. അമ്പടാ, ഞാൻ പോയി വരാം. ഓക്കെ, അത്രേ ഉള്ളൂ. വെരി പെട്ടെന്നായിരുന്നു എല്ലാം. മൊബൈൽ കൊടുക്കുക, ഇലുമിനാറ്റി പാട്ട് കാണിച്ചു തരാം. അപ്പൊ ആള് പോയി. പിന്നെ ആൾക്ക് മീമിയും വേണ്ട, വണ്ടിയും വേണ്ട, ഒന്നും വേണ്ട. സെറ്റാട്ടോ, ഫുൾ മൊബൈലിലാണ് ഇപ്പൊ തന്നെ കാണിക്കും. അങ്ങനെ നമ്മുടെ മാൻഡ്രേക്ക് മുട്ടയുടെ ഒപ്പം ഇന്നത്തെ പരിപാടികൾ നിർത്തുകയാണ്. ഉറങ്ങി നീച്ചിട്ടുള്ളൂ. ഞാൻ അതിൻ്റെ ഇടയിൽ നിന്ന് പുറത്തു പോയി. എടി ഇങ്ങനെ പിടിക്കാൻ പറഞ്ഞ ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കണ്ട. ഇനി താത്തിക്കോ, താത്തല്ലേ? ഞാൻ പറയുമ്പോൾ പിടിച്ചാൽ മതിട്ടോ. ഓക്കെ. അപ്പം എന്തായാലും മുട്ടയൊക്കെ അടിച്ച ആൾ നല്ല ഹാപ്പി ആയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി. ഇതെന്താ മുടിയോടെ? മുടിയോടെ പോയി? മുടിയോടെ പോയി? വേറെന്തോ ചിന്തയിലാട്ടോ, ചിന്തിച്ചോണ്ട് നമ്മളൊന്ന് എവിടെയാ മയിലിനെ കണ്ട്? മൂട് പോയി. ഇന്ന് ഇനി മൂടില്ല. എന്നാ ഇത് അങ്ങനെ കാണിച്ചിട്ട് പോയിക്കോളൂ. അങ്ങനെ കാണിച്ചിട്ട് പോയിക്കോളൂ. നമ്മളെന്താ ടു എന്താ കഴിക്കല്? എന്താ കഴിക്കല്? മുട്ടക്കാണ് ടാന്ന് പറയല് കേട്ടോ. ടു മുട്ട. ഓക്കെ, കൊടുക്കും. ടൂവും കാണിച്ചോളൂ. അറിയാ ശരിക്കും.